ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു ചൂടിലും അതുപോലെ തന്നെ ഇപ്പോൾ നോമ്പൊക്കെ മുറിക്കുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു റീഫ്രഷിങ് ഡ്രിങ്കാണ്. പോമോഗ്രാനൈറ്റ് മൊയ്റ്റോ ആണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. ഈ ഒരു ചൂടും ദാഹമൊക്കെ മാറ്റാനായിട്ട് പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് കുറച്ച് പോമഗ്രാനൈറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നത്, ഒരു കാൽ ഭാഗത്തിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് മിൻറ്റ് ലീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയൊരു നാരങ്ങ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതുപോലത്തെ ഒരു മരത്തിൻ്റെ ഒരു കോൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്ത് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആ പൊമഗ്രാനൈറ്റിൻ്റെ ആ ഒരു ജ്യൂസൊക്കെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നേരിട്ട് ഇടാതെ നമുക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷുഗർ സിറപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഞാനൊരു ചെറിയ പീസ് നാരങ്ങയും അതുപോലെ തന്നെ മിൻറ്റ് ലീഫും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പ്ലെയിൻ സോഡയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ സോഡയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോമഗ്രാനൈറ്റ് മൊയ്റ്റോ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.